എൻ്റെ മമ്മിയുടെ കണ്ണുനീര്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നൊരു വേദന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ കരയുന്നത്, എൻ്റെ പപ്പ ഒരുപാട് കരയുന്ന വിഷമിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പപ്പ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി അങ്ങനെയല്ല, ഭയങ്കര പാവമാണ്. മമ്മിയുടെ കൂട്ടുകാരുടെയും മമ്മിയുടെ കുടുംബക്കാരുടെയൊക്കെ മുമ്പിൽ അവർ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ കാരണമാണ് അവൻ്റെ കല്യാണം നടക്കാത്തത്. നിങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവനെ വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങളുടെ മക്കളിപ്പോൾ വിദേശത്താണ്, ഫാമിലിയായിട്ട് കഴിയുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തു വെച്ച എന്തെങ്കിലും പാപത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ അവനെ സന്യാസത്തിന് വിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മമ്മിയുടെ ഏറ്റവും വലിയ വേദന ഇതാണ്. അപ്പൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാരുമില്ല. ഇതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 35 വയസ്സ് വരെ ഒരുപാട് നാണക്കേടും സങ്കടവും എൻ്റെ ഇടവകപ്പള്ളി പോകാൻ വിഷമിച്ചിരുന്ന സമയവും കൂട്ടുകാരുടെ ഇടയിൽ അവരൊക്കെ വിളിക്കുമ്പോൾ പോകാൻ പഠിച്ചിരുന്ന സമയമൊക്കെ ഞാനിപ്പോൾ ഓർക്കുക. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ഇതേപോലെ അനുഭവിച്ചവരാണ്.